ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് സിപിഐഎമ്മിന്റെ സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ പൊട്ടിത്തെറി. ജനറൽ സെക്രട്ടറി KN അശോക് അടക്കം 50 പേർ ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടേറിയറ്റിലെ ആക്രിക്കടത്ത് കേസിൽ പ്രതിയുമായ P ഹണി നടത്തിയ അഴിമതി ചൂണ്ടിക്കാട്ടിയവർക്കെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി KN അശോകിനെ പുറത്താക്കിയതായി ഹണി അറിയിച്ചു. ഇതോടെയാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. സംഘടന വിട്ട് പുറത്തുവന്നവർ പുതിയ സംഘടന രൂപീകരിക്കാനും സാധ്യതയുണ്ട്. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. അസോസിയേഷനിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചയാൾക്ക് സംരക്ഷണം ഒരുക്കാത്തതിന്റെ പേരിൽ ആളുകളോട് മോശമായി പെരുമാറുന്നതടക്കം അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രണ്ടായി പിളരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? സുജയ, ഗുഡ് ഈവനിംഗ്. ഗുരുതരമായ സാഹചര്യമാണ് CPIMന്റെ സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ സംഘടനയുടെ പ്രസിഡന്റ് P ഹണിയാണ്. P ഹണി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് ലക്ഷങ്ങൾ നഷ്ടം വരുത്തി വെച്ച ആക്രിക്കടത്ത് കേസിലെ വിജിലൻസ് കേസിലെ പ്രതിയാണ് ഈ P ഹണി. P ഹണി കഴിഞ്ഞ കുറേ നാളുകളായി ഏകാധിപത്യവും അതുപോലെ അഴിമതിയുമാണെന്ന് വ്യാപകമായ ചർച്ച സംഘടനയ്ക്കുള്ളിലും പുറത്തുമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് CPM ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യ വിരമിച്ചപ്പോൾ P ഹണിയും P ഹണിയുടെ കൂടെ നടക്കുന്ന സംഘടനയിലുള്ള ശശിയും ചേർന്ന് നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തത്. അത് പിന്നീട് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്തതാണ്. സുജയ, കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ കുറിച്ചുള്ള വാർത്ത കൊടുക്കുന്നതിൽ ഏറ്റവും ഒരു ഭീകരമായ വാർത്തയാണ് ഇത് എന്നതാണ്. സാധാരണ സംഭവിക്കാത്തതാണ് സംഭവിച്ചത്. ഇന്ന് യോഗം ചേർന്നു. 300 പേരുള്ള കൗൺസിൽ യോഗമാണ് AKG സെന്ററിൽ ചേർന്നത്. അതിൽ നിലവിലുള്ള ജനറൽ സെക്രട്ടറി KN അശോകിനെ പുറത്താക്കുന്നതായി പ്രസിഡന്റ് ഹണി അറിയിക്കുന്നു. CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച്, സംഘടനാ സംവിധാനം അനുസരിച്ച് CPIMനും അതിൻ്റെ വർഗ ബഹുജന സർവീസ് സംഘടനകൾക്കുമെല്ലാം അതിൻ്റെ നിയന്ത്രണം, അധികാരം എന്നുള്ളത് സെക്രട്ടറി എന്ന് പറയുന്ന പദവിയാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ കഴിഞ്ഞ 10 വർഷമായി പ്രസിഡന്റായി തുടരുന്ന P ഹണി സ്വന്തം നിലക്ക് നോട്ടീസ് അടിക്കുകയും സ്വന്തം നിലക്ക് ഫണ്ട് പിരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ കഴിഞ്ഞ 2 മാസത്തിലേറെയായി KN അശോക് സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് നടന്ന കൗൺസിൽ യോഗം അതും AKG സെന്ററിലായിരുന്നു. KN അശോകൻ കയറി വരുന്ന സമയത്ത് P ഹണി KN അശോകനെ പുറത്താക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടുകൂടി KN അശോകന്റെ കൂടെ 50-ലധികം ഈ സർവീസ് സംഘടനാ പ്രതിനിധികളടക്കം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. മറ്റൊരു സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നും അറിയുന്നു. എന്തായാലും ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഇന്ന് നടന്നിരിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് TV പ്രസാദാണ്. സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ.